السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ പകുതി ഭാഗം പിന്നിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സന്ദർഭങ്ങൾ യഥാവിധം ഉപയോഗപ്പെടുത്തി റമദാൻ വിട പറയുമ്പോൾ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണമെന്ന് ഉണർത്തുകയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് സാമൂഹികമായി ജീവിക്കുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി സൃഷ്ടിച്ചത് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളെയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഏറ്റവും ശരിയായ രൂപത്തിൽ നിലനിൽക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ജാഗരൂകമായി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥയിൽ ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പരിഭ്രമങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലം. ഇസ്ലാമിക് കൃത്യത വരുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതും ദീൻ അനുശാസിക്കുന്ന രൂപത്തിൽ ഒരു കുടുംബ ജീവിതത്തെ സംവിധാനിക്കുക എന്നതും വളരെ പ്രയാസകരമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ വലിയ പ്രയാസമാണ് കുടുംബ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ചില പ്രവണതകളാണ്.
നമ്മുടെ കൗമാരപ്രായക്കാരെ നോക്കിയാലും യുവാക്കളെ നോക്കിയാലും ഭയാനകരമായ ഒരവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. മാതാവ് പിതാവ് എന്ന് പറയുന്ന ബന്ധങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകപ്പെടാത്ത കാലം. ആകെ ഒരേ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അവനവന്റെ ഇഷ്ടവും താല്പര്യവും നടപ്പിലാക്കണം, അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റുകളും ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പരപ്പനങ്ങാടിയിലെ ഒരു ബസ് സ്റ്റോപ്പിലെ രംഗം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. പരിശുദ്ധ റമളാനിന്റെ പുണ്യമായ ദിവസങ്ങളാണിപ്പോൾ. ആ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ബസ് കാത്തിരിക്കുന്ന ആളുകളുടെ അടുത്ത് തന്നെ സ്കൂളിൽ നിന്ന് വന്ന ആൺകുട്ടിയും പെൺകുട്ടിയും, ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറയാം, പരസ്യമായി ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് അവർ കാണിച്ച കാമലീലകൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൊട്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ട് പെൺകുട്ടികളെ ബോംബെയിൽ നിന്നാണ് നമ്മൾ കടന്നു പോകുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മുടെ ഒതുക്കുങ്ങൽ ഒരു സംഭവം. ചെറുപ്പക്കാര് ചേരിതിരിഞ്ഞ് അടിയുണ്ടാക്കിയിരിക്കുന്നു. എന്തായിരുന്നു കാരണം? MDM വേണമെന്ന് പറഞ്ഞിട്ട് കർപ്പൂരം കൊണ്ടുപോയി കൊടുത്ത് പറ്റിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ പരസ്പരം ഏറ്റുമുട്ടുന്ന യുവാക്കൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിപ്പോകുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ, കുടുംബങ്ങളുടെ താളം തെറ്റലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വാപ്പയോട് ബന്ധമില്ല, ഉമ്മയോട് ബന്ധമില്ല. അതല്ലേ നമ്മള് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവനവന്റെ താല്പര്യവും ഇഷ്ടത്തിനും അപ്പുറത്തേക്ക് വേറെ ഒന്നിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് സമൂഹം മാറിയാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ഒരു ബന്ധത്തിനും ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്ന് വരുന്നിടത്തേക്ക് സമൂഹം മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ മാറിയ സാഹചര്യത്തിൽ കൗമാരപ്രായക്കാരടക്കമുള്ള മുഴുവൻ ആളുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ചർച്ച ചെയ്യാൻ. അവിടെ നിന്നാണ് വിഷയം പഠിക്കേണ്ടത്. എന്തായിരുന്നു ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ള കുടുംബം? ഭാര്യയും ഭർത്താവും തങ്ങളുടെ വികാരം അടക്കുവാൻ, അല്ലെങ്കിൽ വൈകാരികമായി അവർക്ക് വേണ്ട ശാരീരിക തൃഷ്ണ അടക്കിയപ്പോൾ എപ്പോഴോ ഉണ്ടായിപ്പോയൊരു സന്താനത്തെ വളർത്തുകയല്ല. കുടുംബം എന്ന് പറയുന്നതിൽ ഒരാണിന്റെയും പെണ്ണിന്റെയും ശാരീരിക തൃഷ്ണ അടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ വളർത്തണ്ടേ എന്ന് വെച്ച് വളർത്തുന്നു എന്നതല്ല വിഷയം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആണും പെണ്ണുമാവട്ടെ, അവർക്കുണ്ടാകുന്ന സന്താനങ്ങളാവട്ടെ, എല്ലാത്തിനും കൃത്യമായ, പക്വമായ, നിയതമായ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ചില തീരുമാനങ്ങളും ഉണ്ടായി.
ഞാനൊരു ഉദാഹരണം പറയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ഇറക്കുന്ന ദുആ, ആ ദുആയുടെ പ്രത്യേകത ഇബ്രാഹിം നബിക്ക് സന്താനമുണ്ടാകുന്നത് കാലങ്ങൾക്ക് കുറെ കഴിഞ്ഞതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ പ്രായം കുറേയധികം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി ഉണ്ടാകുന്നത്. ആ കുട്ടികൾ, 2 കുട്ടികളാണ് ഉണ്ടായത്. ഒന്ന് ഇസ്മായിലും മറ്റൊന്ന് ഇസ്ഹാഖും. ആ 2 കുട്ടികളെ കുറിച്ച് മാത്രമല്ല മഹാനായ ഇബ്രാഹിം നബി ചർച്ച ചെയ്യുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാചകത്തിൽ ഈ 2 മക്കളുടെ പിന്നാലെ വരാൻ പോകുന്ന വലിയ സന്താനങ്ങളെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, എന്റെ സന്താനങ്ങളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും അവർക്ക് ശരിയായ ദീനി അഥവാ തൗഹീദിന്റെ കൃത്യമായ മേഖലയിലൂടെ കടന്നു പോകാനുള്ള തൗഫീഖ് നൽകണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് തന്റെ പ്രിയപ്പെട്ട 2 സന്താനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. പിൽക്കാലത്തും കടന്നു വരാനിരിക്കുന്ന തന്റെ സന്താനങ്ങളുടെ സന്താനം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലെ സുപ്രധാനമായ ഒരു വാക്കുണ്ട്, റബ്ബന വബഅസ് ഫീഹിം റസൂലൻ. അല്ലാഹുവേ, അവരിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിച്ചു കൊടുക്കണേ. ഞാൻ എന്റെ സന്താനത്തെ ഇവിടെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ സന്താനവും അവർക്കുണ്ടാകുന്ന സന്താനങ്ങളെയും നേരായ മാർഗത്തിലൂടെ നയിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നീ നിയോഗിച്ചു കൊടുക്കണമെന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഒരു കുടുംബം എങ്ങനെ ആവണമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം നമുക്ക് പറഞ്ഞു തരുന്ന വാക്കുകളാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത് ഒരു സന്താനത്തെ എനിക്ക് തരണമേ എന്നല്ല, ഒരു സന്താനത്തെ തരണേ എന്നല്ല. മഹാനായ സക്കരിയ നബിയുടെ ചോദ്യത്തിന് കൃത്യതയുണ്ട്. സക്കരിയ നബി പറയുന്ന, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. എനിക്ക് നീ ഒരു സന്താനത്തെ തരുന്നുണ്ടെങ്കിൽ അത് സച്ചരിതനായ സന്താനത്തെ ആവണം എനിക്ക് വേണ്ടത്. ഒന്നുകൂടി വ്യക്തമാക്കി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ വായിക്കുമ്പോൾ കാണാം, യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ. അല്ലാഹുവേ, നീ എനിക്ക് സമ്മാനിക്കുന്ന സന്താനം അത് എന്നെയും യാക്കൂബിന്റെ കുടുംബത്തെയും അനന്തരമെടുക്കാൻ പറ്റുന്ന ഒരു സന്താനത്തെ വേണം തരാൻ. എന്താകണമെന്ന കൃത്യമായ അജണ്ടയുണ്ട്. ഒരു ആണും ഒരു പെണ്ണും വിവാഹിതരാകുമ്പോൾ, ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു പോകല്ല, സുപ്രധാനമായ ഒരു ചെറിയ ഭാഗം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാണും പെണ്ണും കല്യാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം തങ്ങളുടെ ജഡിക വികാരത്തിന്റെ പൂർത്തീകരണം നടക്കണമെന്ന് മാത്രമല്ല, അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അതിനപ്പുറത്ത് അവരാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താവണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആനും കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളിലൂടെ നിനക്കിഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ സൃഷ്ടി ഉണ്ടാവണമെന്ന ആഗ്രഹം. അവിടെയാണ് കുടുംബത്തിലുള്ള ആളുകൾക്ക് കൃത്യമായ നിയതമായ നിയമങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന വിഷയം, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, നിന്റെ കുടുംബത്തെ നീ എപ്പോഴും നരകത്തിന്റെ അഗാധതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഒരു ഗ്രഹനാഥന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ചോറും കഞ്ഞിയും കൊടുക്കുക എന്നുള്ളതൊന്നല്ല, അതൊക്കെ സ്വാഭാവികമായ വിഷയങ്ങളാണ്, അതൊക്കെ നടക്കും അല്ലേ. ചോറും കഞ്ഞിയും കൊടുക്കുക എന്നുള്ളതൊക്കെ ഇവിടെ നടക്കലുണ്ട്, അതിനൊന്നും ഇവിടെ വിഷയമൊന്നുമില്ല. പക്ഷെ കൊടുക്കേണ്ടുന്ന, ഇനിയിപ്പോ ഞാൻ തന്നെ വെക്കാം,
എന്റെ ഒച്ച തേങ്ങാനുള്ള കരുത്തതിനില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണവും പാനീയവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരിക്കാം. പക്ഷെ അതൊന്നും വലിയ ഗൗരവതരമായ വിഷയമൊന്നും അല്ല ഈ കാലഘട്ടത്തിൽ എന്തായാലും. കാരണം എന്താ, ഇവിടെ നിങ്ങൾ എത്ര നയിച്ചാലും നയിച്ചില്ലെങ്കിലും തരേണ്ടവൻ തരും, അത്രേ ഉള്ളൂ. കാരണം കല്യാണം കഴിക്കുന്ന ചെക്കനെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഓന് ജോലി ഇല്ല എന്ന് പറയാൻ ഓന് കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല പറഞ്ഞ അങ്ങനല്ല. ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി എന്നാണ്. അവര് ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യും, അവർക്ക് ധന്യതയാക്കും എന്നാണ്. ജോലിയില്ലാത്തതിന്റെ പേര് കല്യാണം കഴിച്ച ആണും പെണ്ണും പട്ടിണി കിടന്നിട്ടുണ്ടാ? ഉണ്ടാ? പട്ടിണി കിടക്കുവോ? കിടക്കൂല, കൊടുക്കൂല. കാരണം വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ എന്ന് ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതാണ്. വമൻ അസ്തഖു മിനല്ലാഹി ഹദീസൻ വമൻ അസ്തഖു മിനല്ലാഹി ഖീലൻ. അല്ലാഹ് പറഞ്ഞ സത്യസന്ധമാണ്, കൃത്യമാണ്. കാരണം കൊടുക്കുന്നവൻ പറഞ്ഞതാണ്, ഞാൻ കൊടുക്കും ഭക്ഷണം. അപ്പൊ അതല്ല വിഷയം. വിഷയം ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാനെ, ഒരു അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കിലേക്ക് നിൽക്കുന്ന ദിവസമാണല്ലോ, റമദാൻ ആയതുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഉണ്ട്. ആ അമ്മയുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം നടത്തി 2 ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. 2 ആളുകൾ ഹൈ പൊസിഷനിലാണ്, 2 പേരും. അതായത് ഗവൺമെന്റ് ഉദ്യോഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് 2 പേരും. പക്ഷെ അമ്മയുടെ സ്ഥലം എവിടെയാണെന്നറിയോ? വൃദ്ധസദനത്തിൽ. അമ്മ വൃദ്ധസദനത്തിലാണ്. ആ അമ്മയോട് ചോദിച്ചപ്പോൾ ആ അമ്മ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? അവിടെ ഒരു സുപ്രധാനമായൊരു വിഷയമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി കൂടിയാണത്. ഒരു വാപ്പയും ഒരു ഉമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ടുന്ന ഏറ്റവും കൃത്യമായ പണി അതെന്താണെന്ന് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും. അവിടെ ഏറ്റവും ശരിയായ കാര്യം, ആ മക്കൾക്ക് നൽകേണ്ടുന്ന മതപരമായ ദീനിയായ ചില ചിട്ടകളുണ്ട്. അത് വീട്ടിൽ നിന്ന് ശീലിക്കേണ്ടതാണ്, മദ്രസയിൽ നിന്നല്ല. എന്നാണ് നമ്മളെ ഒരു MLA അദ്ദേഹം പ്രസംഗിക്കും പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മദ്രസയിൽ നിന്നുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത്. എന്നിട്ടും MDMA പോലെയുള്ള ലഹരി ഉപയോഗത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതും നമ്മുടെ കുട്ടികളാണ്. എന്താണ് സംഭവിച്ചത് ഈ മക്കൾക്ക്? അതേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്. കാര്യം ഏത് കൊച്ചാപ്പ് പറഞ്ഞാലും സ്വീകരിക്കണമല്ലോ. അതാരാണെന്ന് നോക്കേണ്ടതില്ല. കാര്യം ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം? ശരി തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്താണ് ശരിയായത്? നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് അവസ്ഥ? അവിടെയാണ് ഞാൻ ചെയ്യേണ്ടുന്ന റോള് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോ രക്ഷിതാവും പരിശോധിക്കണം. ഓരോ ഉമ്മയും പരിശോധിക്കണം, ഞാൻ ചെയ്യേണ്ടുന്ന പണി കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടുന്ന കൃത്യമായ ദീനിയായ ചിട്ടയും മതപരമായ അറിവും അതിൽ കൃത്യമായി നിലനിൽക്കാനുള്ള പ്രചോദനവും എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നൊരു വാപ്പയും ഉമ്മയും പരിശോധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ദൂരെ എങ്ങും പോണ്ട. നമ്മുടെ ഈ മതിലിന്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിങ്ങൾ പോയി നോക്കാം. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ 95% കുട്ടികളും മുസ്ലിങ്ങളാണ്. അല്ലേ? 95% കുട്ടികളും.  മുസ്ലിങ്ങളാണ്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ 95% കുട്ടികളും മുസ്ലിങ്ങളാണ്. 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 ആ കുട്ടികളുടെ കൂട്ടത്തിൽ
പ്രായപൂർത്തി ആയ കുട്ടികളായിരിക്കും ഭൂരിപക്ഷവും. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു 9 വയസ്സ് 10 വയസ്സിനുള്ളിൽ അവരെന്ത് ചെയ്യും? മെച്ചൂരാകും. എന്നാ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഈ മക്കളൊക്കെ വരുന്നത് ഓരോ കുടുംബത്തിൽ നിന്നാണ്. അവരൊക്കെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന തറവാട്ടുകാരുടെ അംഗങ്ങളുമായിരിക്കാം. പക്ഷെ ആ മക്കൾ, നിങ്ങൾ ആ സ്കൂളിൽ പോയി നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ചു തന്ന വസ്ത്രവിധാനം സ്വീകരിക്കുന്ന എത്ര പെൺകുട്ടികൾ അക്കൂട്ടത്തിലുണ്ട്? നിങ്ങളൊന്ന് കണക്കെടുത്തോളി. അതിൽ ദീനിയായ ചിട്ട പാലിക്കുന്ന എത്ര മക്കളുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇവിടെ സമസ്തക്കാരുണ്ട്, സമസ്ത AP ഉണ്ട്, സമസ്ത EK ഉണ്ട്, സമസ്ത അനയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, മുജാഹിദുകൾ KNM-ന്റെ വിഭാഗമുണ്ട്, മർക്കസ് വിഭാഗമുണ്ട്, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയപ്പെടുന്ന ജിന്നി വിഭാഗമുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ആളുകളുണ്ട്, ധാരാളമുണ്ട്. ഞാൻ സംഘടനകളെ ചേർത്ത് പറയല്ല. ഈ വിഭാഗങ്ങളൊക്കെ കൊടുക്കുന്ന വിവരങ്ങളും പഠനങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് മദ്രസ ഉണ്ട്, സമസ്തന്റെ മദ്രസയാണ്. ആ മദ്രസയിൽ കുട്ടികൾ വരുന്നത് മുഖമടക്കം വരിഞ്ഞു കെട്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി ഹിജാബ് ധരിച്ച, നിഖാബ് ധരിച്ച കുട്ടികളാണ് അവർ വരിക. ആ കുട്ടികൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ ആ കുട്ടികളുടെ കോലം ധരിക്കും. ആ കുട്ടികൾ പൂർണ്ണമായും ശിരോവസ്ത്രം പോലും ഉപയോഗിക്കുന്നതിൽ വലിയ മടി. ഒരു ക്ലാസ്സിൽ 30 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ മര്യാദക്ക് തലമറക്കുന്ന കുട്ടി ചിലപ്പോ 1 or 2 ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 2 എണ്ണം എങ്ങനെ ഉണ്ടായി? 25 കുട്ടികളിൽ 2 കുട്ടി ഒഴിച്ച് ബാക്കി 23 മറക്കാതാവുകയും 2 കുട്ടികൾ മറച്ചതും എന്തുകൊണ്ട് വ്യത്യാസപ്പെടുത്തി? എന്താണ് കാരണം? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഉയർന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പണി തുടങ്ങേണ്ടത് മദ്രസയിലല്ല, പണി തുടങ്ങേണ്ടത് വഅലിലല്ല, പണി തുടങ്ങേണ്ടത് നമ്മളുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് പണി തുടങ്ങേണ്ടത്. നമ്മളുടെ വീട്ടിൽ നമ്മളാണ് കുടുംബത്തിന്റെ വാപ്പയും ഉമ്മയും ഗ്രഹനാഥനും ഗ്രഹനാഥയും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈക്ക് പിടിച്ചാൽ നിൽക്കാത്തതാണ് ഇന്നത്തെ ഒരവസ്ഥ. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ? അതിനൊരു കാരണമുണ്ട്. നേരത്തെ ഇവിടുന്ന് ഹദിയത്തുള്ള സലഫി അദ്ദേഹം ആ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനതൊന്ന് എന്റെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഒരു വലിയ ആശയം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് ഞാൻ നിക്കാഹിന്റെ ഖുതുബകളിലൊക്കെ പറയാറുള്ളതാണ്. ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചയച്ചു. അയക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തേക്കല്ല, തൊട്ടപ്പുറത്തേക്കാണ്. കല്യാണം കഴിക്കുന്നയാള് ദൂരേന്ന് വന്ന ഭർത്താവൊന്നുമല്ല. 8 വയസ്സ് മുതൽ നബി തങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നബി വളർത്തിയ മകനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് വേണമെങ്കിൽ ആര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലിക്കാണ് മകളെ കെട്ടിച്ചു കൊടുത്തത്. താമസിക്കുന്നത് കുറെ ദൂരമല്ല, തൊട്ടടുത്ത് തന്നെയാണ്. എന്നാൽ ഫാത്തിമ ബീവിയുടെ വീട് ഇന്ന് നിങ്ങൾ കണ്ടാൽ എവിടെ ഇരിക്കുന്നറിയോ? ഹുജറാത്തു റസൂലിന്റെ അവസാനം. അതായത് നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സാഹിബൈനിയുടെയും ഖബറുള്ള ആ പച്ച ഗ്രില്ലിട്ട ഭാഗം ഉണ്ടല്ലോ, അതിന്റെ പുറകിലേക്ക് വന്നാൽ ഒരു ചെറിയൊരു എടുപ്പ്, ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറുന്നത് ഒരു ലോക്കിട്ട പ്രദേശമാണ്. അവിടെ അതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അതിന്റെ ഉള്ളിൽ ഒരു മൂല ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കെട്ടുണ്ട്. ആ കെട്ടിനോട് ചാരിയിട്ട് ഫാത്തിമ ബീവിയുടെ വീടാണ്.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു കൊടുത്തത് അലി ഇബ്നു അബീ ത്വാലിബിന്. ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ ഇറങ്ങി വരുമ്പോ പൊന്നുമോള് വാപ്പാനെ കാത്തിരിക്കുന്നുണ്ട്. രണ്ട് കൈയും വാപ്പാന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി എന്ന റസൂൽ പറയുന്നത്. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്നാണ്. നബിതങ്ങളോട് സദൃശ്യമുള്ള ഒരേ ഒരു മകൾ ഫാത്തിമ ബീവിയാണ്. അത് രൂപത്തിൽ മാത്രമല്ല, ചേഷ്ടയിലും അങ്ങനെ തന്നെ. നടന്നു പോകുന്നത് കണ്ടാൽ അത് പെണ്ണായതുകൊണ്ട് ഫാത്തിമയാണെന്ന് തിരിച്ചറിയും, അല്ലെങ്കിൽ അള്ളാന്റെ റസൂലാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് ആ സഹാബികൾ, ചില ആളുകൾ പറഞ്ഞൊരു വർത്താനുണ്ട്, റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം 6 മാസത്തോളം ഞങ്ങൾ ഭൂമിയിലൂടെ നടക്കുന്ന പ്രവാചകനെ കണ്ടിരുന്നു. അത് പൊന്നുമോള് ഫാത്തിമ ബീവിയാണ്. ഉപ്പാനെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത മകളായിരുന്നു ഫാത്തിമ ബീവി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മകളാണ് ഉപ്പാന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത്, കൈ കണ്ടുപ്പ, ആശുകല്ല് പിടിച്ചും വെള്ളം കോരിയും കൈ പൊട്ടിയിട്ടുണ്ട്. ധാരാളം ഖാദിമുകൾ വന്നിട്ടുണ്ടല്ലോ ബൈത്തുൽ മാലിലേക്ക്, ഒരാളെ തന്ന് എന്നെ ഒന്ന് സഹായിക്കുമോ ഉപ്പ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോള് വീട്ടിൽ പോയിക്കോ, ഉപ്പ അങ്ങോട്ട് വരാം. അന്ന് രാത്രിത്തെ സംഭവമാണ് നേരത്തെ ഹദിയത്തുള്ള പറഞ്ഞത്. അന്ന് രാത്രി മരുമകനും കിടക്കുന്നതിന്റെ ഇടയിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയിരുന്നു. സുഫീനിന്റെ അതിപ്രയാസകരമായ യുദ്ധത്തിന്റെ സന്ദർഭത്തിലും അലി ഇബ്നു അബീ ത്വാലിബ് ഓർത്തെടുക്കുന്നുണ്ട് ആ സംഭവം. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അള്ളാന്റെ റസൂലിന്റെ കാല് എന്റെ തൊടമ്മൽ മുട്ടിയതിന്റെ തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അന്ന് അള്ളാന്റെ റസൂൽ രണ്ടുപേരെയും ഇടയിലിരുന്നിട്ട് പൊന്നുമോടെ കൈ ഇങ്ങോട്ട് എടുത്തിട്ട് ആ കയ്യിൽ ഇങ്ങനെ ഒന്ന് തടകി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞൊരു വർത്തമാനമാണ് നേരത്തെ നിങ്ങൾ കേട്ടത്. മോളെ, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അത് പറഞ്ഞിട്ട് എന്റെ മോള് കിടന്നുറങ്ങിക്കോളി. ഉപ്പയോട് രാവിലെ ചോദിച്ചതിനേക്കാളും ഖൈറ് പൊന്നുമോളെ അതാണ് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഫാത്തിമ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. അള്ളാന്റെ റസൂൽ ഇറങ്ങിപ്പോകുമ്പോ ഫാത്തിമ ബീവി സങ്കടത്തോടെ നോക്കിയിരുന്നിട്ടുണ്ടാകും. പക്ഷെ ഉപ്പ പഠിപ്പിച്ചു കൊടുത്തൊരു വലിയ പാഠമുണ്ട്. എന്തായിരുന്നു ആ പാഠം എന്നറിയുമോ? മോളെ, ദുനിയാവിന്റെ വിഷയങ്ങളോ താല്പര്യങ്ങളോ അവിടുത്തെ കുറവോ കൂടുതലോ ഒന്നുമല്ല വിഷയം. മറിച്ച് ഇവിടുത്തെ ഹ്രസ്വ ജീവിതം കഴിഞ്ഞ് ശാശ്വതമായൊരു ജീവിതത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ എന്റെ പൊന്നുമോൾക്ക് രക്ഷ വേണം. ആ രക്ഷ മോളെ നീ ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്റെ മോൾ അള്ളാഹുവിനോടുള്ള ബന്ധം കൃത്യമാക്കിക്കൊള്ളി എന്നൊരു വലിയ ആശയം സ്വന്തം മകൾക്ക് പകർന്നു കൊടുത്ത ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നടക്കുന്നുണ്ടോ ഇന്ന് ഇങ്ങനെ ഒന്ന്? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന നിർദ്ദേശങ്ങളിൽ ഇന്നവർ ചോദിക്കുന്നതെന്നും വാങ്ങിക്കൊടുക്കും നമ്മള്, അല്ലേ? അത് അരുതാത്തതോ അനുവദനീയമോ ഇതൊന്നും വിഷയം ഇവിടല്ല. എന്തിനും യെസ് കൊടുത്തോ, ചെയ്തോ ചെയ്തോ ചെയ്തോ. അത് ഹറാമോ ഹലാൽ നോട്ടല്ല. ഹലാലാണോ വാങ്ങിക്കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ നമ്മളെ ഏവരെയും നൊമ്പരപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നല്ല മോളാണ്, +1 +2 പഠിക്കുന്ന മോൾ. പാപ്പാക്കും ഉമ്മാക്കും വലിയ ഇഷ്ടമുള്ള കുട്ടിയാണ്. പാപ്പയും ഉമ്മയും വേണ്ടതൊക്കെ കൊടുത്തിരുന്നു ആ കുട്ടിക്ക്. അങ്ങനെയാണ് ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നു. 3 ദിവസം ഗൾഫിലുള്ള വാപ്പാനെ വിളിച്ചു, ചോദിച്ചു ഞാനും പോണു. അപ്പൊ വാപ്പ ഇങ്ങനെ ഒന്ന് ആകുലപ്പെട്ടു. കാരണം 3 ദിവസമാണ്, പ്രായപൂർത്തിയായ മകളാണ്, സ്കൂളിലെ ആളുകളോടൊപ്പമാണ് പോകുന്നത്, അതൊരു ഗുണകരമാവില്ലല്ലോ എന്ന് ആ ഉപ്പ, ഏതുപ്പമാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഉപ്പയുടെ മനസ്സ്, ഒരുപക്ഷെ എനിക്കെന്റെ ഉപ്പാന്റെ മനസ്സ് തിരിച്ചറിയണമെങ്കിൽ എനിക്കൊരു 40 വയസ്സ് കഴിയണം. എന്റെ വാപ്പയും എന്റെ ഉമ്മയെയും എനിക്ക് തിരിച്ചറിയണമെങ്കിൽ എനിക്കൊരു 40 വയസ്സ് കഴിയണം. അത് അള്ളാഹ് പറഞ്ഞതാ. 40 സന, 40 വർഷം കഴിയുമ്പോൾ ഞാൻ പറയും അനിഷ്കുർലി, എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കാൻ, എന്റെ വാപ്പക്ക്
കയറ് കൊടുക്കണേ എന്ന് ബാപ്പയോട് നന്ദിയോടെ, ഉമ്മയോട് നന്ദിയോടുകൂടി ഞാൻ സംസാരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഞാനപ്പോൾ ഞാനൊരു ഉപ്പാപ്പയായിരിക്കും, ഞാനൊരു ഉമ്മാമയായിരിക്കും, അല്ലേ? അപ്പോഴാണ് ഞാൻ തിരിച്ചറിയാം. ഒരുപക്ഷെ ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ട്, ജീവിതത്തിൽ പരിശോധിക്കുമ്പോ ഇന്നലകളിൽ വാപ്പയും ഉമ്മയും പറയുന്നതെല്ലാം നമുക്ക് പ്രശ്നമായി തോന്നിയിരുന്നു. കാരണം നമ്മൾ അവരുടെ സ്റ്റാൻഡിലല്ല. ഇന്നതിന്റെ പേര് തന്ത വൈബ് എന്നാണ്. ഞാനങ്ങനെ പറയാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അന്ന് വാപ്പയും ഉമ്മയും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ദേഷ്യപ്പെട്ടിരുന്ന നമ്മൾ ഇന്നതിന്റെ പൊരുൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് നമ്മൾ അതിന്റെ പൊരുൾ മനസ്സിലാക്കുകയാണ്. കാരണം ആ കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല വാപ്പ പറഞ്ഞതിന്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്താണ്. ഇന്നത്തെ സംഭവ വികാസങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഒരു വാപ്പക്കും സമ്മതിക്കാൻ കഴിയില്ല. ഞാൻ തുറന്നു പറയാം, 3 പെൺകുട്ടികൾ എനിക്കുണ്ട്. 2 പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് വരെയും എൻ്റെ മക്കളെ ഒരു ടൂറിനും ഒരു സ്കൂളിലും പറഞ്ഞയച്ചിട്ടില്ല ഞാൻ. അതൊരു പക്ഷേ തീവ്രതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ തീവ്രവാദി തന്നെയാണ് ഞാനെന്ന് വിചാരിക്കുന്നു. പക്ഷെ എൻ്റെ മക്കൾക്ക് പോകേണ്ട സ്ഥലം എവിടേക്കുണ്ടോ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കൊണ്ടുപോകാം മക്കളെ. നമ്മുടെ സംരക്ഷണത്തിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ അങ്ങനെ വാപ്പയുമ്മയും പറയുന്നതെന്ന് ചിന്തിക്കാൻ മക്കൾക്ക് കഴിയാതെ വരുന്നതുകൊണ്ടാന്ന് ചോദിച്ചാൽ, അവർക്കൊരിക്കലും ആ സമയത്ത് അത് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാലം കടന്നു പോകും. അന്ന് നിനക്ക് മക്കളുണ്ടാകും, അന്ന് നിനക്ക് വലിപ്പമുണ്ടാകും. ആ സമയത്താണ് വാപ്പ പറഞ്ഞതിന്റെ പൊരുളെന്താണെന്നും ഉമ്മ പറഞ്ഞതിന്റെ പൊരുളെന്താണെന്നും ബോധ്യപ്പെടുക. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടിക്ക് തീരെ സഹിച്ചില്ലത്. ബാപ്പ എന്നെ വിട്ടില്ല. ബാപ്പ എന്താ പറഞ്ഞത്? മോളെ, ബാപ്പ വരട്ടെ, നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പോകല്ലേ നല്ലത്. പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടമില്ല. ആ കുട്ടി ചെയ്ത പണി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നെഞ്ചു തകർന്നു പോയ പിതാവിന്റെയും തന്റെ മകളുടെ മരണം കണ്ടു നിൽക്കേണ്ടി വന്ന ഉമ്മയുടെയും അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ഒരു മനുഷ്യന്റെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ. 23 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവന്നൊരു മകൻ അവൻ കാണിച്ച ക്രൂരതയുടെ മുന്നിൽ പൊട്ടിക്കരയാനല്ലാതെ ഒരു വാപ്പക്ക് എന്ത് കഴിയും? കാരണം എന്താ? ആ മകന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു വാപ്പ, ചോദിച്ചതെല്ലാം കൊടുത്തു. പക്ഷേ പിന്നീട് തനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോഴേക്ക് ക്രൂരമായൊരു മനസ്സിന്റെ ഉടമയായി. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി കൂടി ഞാൻ പറയട്ടെ. ഉമ്മയെയും അടിച്ച് കൊന്നു എന്ന് വിചാരിച്ചിട്ട് കാക്ക എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന പൊന്നനുജന്റെ വാക്കുപോലും കേൾക്കാൻ കഴിയാതെ നിരന്തരമായി അതിന്റെ ശിരസിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചൊരു ചെക്കൻ തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ അവൻ ചെയ്ത പണി ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് പുറത്തുനിന്ന് പൂട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം പോലീസിനോട് മൊഴി കൊടുത്തപ്പോൾ 23 വയസ്സുകാരനായ ചെക്കൻ പറഞ്ഞെന്താ അറിയോ? എനിക്ക് കിട്ടാത്തത് എന്റെ വാപ്പക്ക് കിട്ടണ്ട. ആ മനുഷ്യൻ അത്രയും കാലം പ്രവാസിയായി നിന്ന് ജോലിയെടുത്ത് പണിയെടുത്തുണ്ടാക്കിയ അയാളുടെ സ്വന്തം വീട് അത് അയാൾക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മകനെ വളർത്തി എന്നതാണ് ആ വാപ്പ ചെയ്ത ഏറ്റവും വലിയ കുറ്റമെന്ന് പറയേണ്ടി വരികയാണ് നമുക്ക്. എന്തുകൊണ്ടാ സംഭവിക്കുന്നറിയോ? നമ്മളും നമ്മുടെ കുടുംബത്തെയും കുറിച്ച് ഇപ്പൊ പേടിയുണ്ട് പല വാപ്പമാർക്കും. എന്തായിരിക്കും എന്റെ മകന്റെ അടുത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരിക? എന്തായിരിക്കും എന്റെ മകൾ എന്നോട് പെരുമാറാൻ പോകുന്നത്? പേടിയാണ്. കാരണം എന്താണെന്നറിയോ? മക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഭയം നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം കൊടുത്തു മക്കൾക്ക്. വേണ്ടതും വേണ്ടാത്തതൊക്കെ കൊടുത്തു. പക്ഷെ വേണ്ടത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞതുമില്ല. അവിടെയാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ട വാപ്പയോടും ഉമ്മയോടും നമ്മൾ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം പറയേണ്ടുന്ന, ആദ്യം ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും
നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് വേണ്ടത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച തരത്തിൽ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ എത്രത്തോളം എന്റെ വീട്ടിലുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കണം. എന്റെ വീട്ടിൽ ഖുർആൻ എത്രത്തോളമുണ്ട്, എന്റെ വീട്ടിൽ സുന്നത്ത് എത്രത്തോളമുണ്ട്. എന്റെ മക്കൾ നേരത്തെ ഹദിയത്തുള്ള സലഫി പറഞ്ഞപ്പോ ഞാനതിങ്ങനെ നോക്കുകയായിരുന്നു. നമ്മുടെ മദർസകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വലത് കൈ കൊണ്ട് കുടിക്കണം, തിന്നണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ വീട്ടിലെത്തിയാൽ നേരെ ഓപ്പോസിറ്റ് ആകുകയും ചെയ്യും. കാരണം വീട്ടിൽ വാപ്പയും ഉമ്മയും ഇരിക്കുന്ന ടേബിളിൽ വാപ്പയും ഉമ്മയും ഇടത് കൈയുണ്ടാ കുടിക്കുന്നത്. കാരണം അത് ശീലിപ്പിക്കണില്ല. കുട്ടി മദർസയിൽ നിന്ന് വന്ന കുട്ടി പറയും, ഇപ്പ വലത് കൈ കൊണ്ട് കുടിക്കണം എന്നാ പഠിപ്പിച്ചത്. ഇത് അതുകൊണ്ട് കുടിച്ചാളാ. എന്ത് സന്ദേശമാണ് ഒരു കുട്ടിക്ക് വാപ്പ കൊടുത്തത്? എന്ത് സന്ദേശമാണ് ഒരു കുട്ടിക്ക് ഉമ്മ കൊടുത്തത്? ഞാനെന്ന വാപ്പയും എന്റെ ഭാര്യ എന്ന അവരുടെ ഉമ്മയും എന്ത് സന്ദേശമാണ് മക്കൾക്ക് നൽകിയത്? എന്താണ് അവർ എന്നിൽ നിന്ന് സ്വായത്തമാക്കിയത്? ഓരോ വാപ്പയും ഓരോ ഉമ്മയും പരിശോധിക്കട്ടെ. എന്റെ മക്കൾക്ക് എന്നിൽ നിന്ന് എന്ത് മാതൃക കിട്ടിയിട്ടുണ്ട്? എന്റെ വാപ്പ, എന്റെ ഉമ്മ, അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രചോദനം എന്താണ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചെറുപ്പകാലത്തെ കുസൃതികളുടെ മുന്നിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ചെറുപ്പകാലത്ത് കുസൃതികളുണ്ട്, അത് വേണ്ടതാണ്, ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതൊന്നും മതിരുകടന്നു പോകാൻ പാടുള്ളതല്ല. അതിനെ വാപ്പയും ഉമ്മയും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഈമാനാണ്, രണ്ട് ദീനിയായ അമലാണ്. ഒന്ന് ഈമാനാണ്. ഈമാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈമാൻ എന്താണോ അത് നമ്മുടെ മക്കളുടെ കൽബിൽ കൊടുക്കണം. അത് വാപ്പയും കൊടുക്കണം, ഉമ്മയും കൊടുക്കണം. അങ്ങനെ വന്നാൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. ഏത് കാര്യത്തിലും തന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നുറപ്പിക്കാനുള്ള കരുത്ത്, ആ വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാവും. രണ്ടാമത്തത് ദീനിയായ അമലാണ്. അതെന്ന് തുടങ്ങണം? അതെന്ന് തുടങ്ങണം? ഏതെങ്കിലും മാപ്പമാരെന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങണം? എന്താണ്? 5 വയസ്സിൽ. എന്ന് തുടങ്ങണം? 7 വയസ്സ് മുതൽ തുടങ്ങണം എന്നാണ്. 7 വയസ്സ് മുതൽ തുടങ്ങണം. അതുവരെ അമലില്ല കുട്ടിക്ക്. അമലിന്റെ പരിശീലനം തുടങ്ങേണ്ടത് 7 വയസ്സിലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനിയായ ചിട്ട തന്റെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വാപ്പയും ഉമ്മയും 7 വയസ്സ് മുതൽ ശീലിപ്പിച്ചു തുടങ്ങണം. മനസ്സിലായോ? +2 പഠിക്കുന്ന മകളും ബാപ്പാന്റെ ഉമ്മാന്റെയും കൂടെ തോന്നിയ പോലെ നടന്നു പോരുന്ന കാണുമ്പോൾ ബാപ്പായും ഉമ്മായും അവരെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയില്ല അവളെ. അതങ്ങനെ ആ കുട്ടി ശീലിച്ചത് നീ ചെറുപ്പത്തിൽ ആ കുട്ടിയെ ശീലിപ്പിക്കാത്തത് കൊണ്ടാ. ഞാൻ എന്താ അങ്ങനെ പറയുന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സായാൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിച്ചു തുടങ്ങണം. 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിച്ചു തുടങ്ങണം. അതിന്റെ അർത്ഥം എന്താ? അതൊരു ചെറുവാക്കല്ല. മനസ്സിലായോ? നിസ്കാരം തുടങ്ങുന്ന 7 വയസ്സിൽ പരിശീലിപ്പിച്ച് തുടങ്ങാൻ പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു കുട്ടി ശരിക്ക് അനുകരിച്ച് തുടങ്ങുന്ന ഏറ്റവും കൃത്യമായ സമയം അവിടെ മുതലാണ്. രണ്ടാമത്തത്, ദീനിന്റെ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. മനസ്സിലായോ?
അല്ല, ഇവിടെ ഇപ്പൊ 3 വയസ്സിലെ കാര്യം പറയുന്നത്. 3 വയസ്സെന്ന് പറഞ്ഞാൽ അത് ചൊല്ലിപ്പടിക്കൽ മാത്രമാണ്. ചൊല്ലിപ്പടിപ്പിക്ക, ചൊല്ലി ഇങ്ങനെ പഠിച്ചു പോവുക, ഖുർആൻ ഓതി പഠിപ്പിക്ക, അതിങ്ങനെ തുടങ്ങാണ്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് എന്താണെന്നറിയോ? ആ കുട്ടിക്ക് ബോധ്യമാകും, മോനെ ഇങ്ങനെ നടക്കാവൂ, മോളെ ഇങ്ങനെ നടക്കാവൂ. അപ്പോൾ ആ കുട്ടിക്ക് 7 വയസ്സ് മുതൽ ശീലിക്കും. ഇനി ശ്രദ്ധിച്ചോണേ, 10 വയസ്സായിട്ട് ആ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് മുതൽ ഇസ്ലാമിക ചിട്ടകൾ പാലിച്ചില്ലെങ്കിൽ കുട്ടിയെ ശാസിക്കേണ്ട ബാധ്യത വാപ്പക്കുമ്മക്കുണ്ട് എന്നാണ്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി ആ രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക, വളർന്നു വരിക. അപ്പൊ സ്വാഭാവികമായും ഉറപ്പാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഏറ്റവും ഗൗരവതരമായി കാണേണ്ടത് വാപ്പയും ഉമ്മയും തന്നെയാണ്. ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥയും നാഥനുമായ 2 ആളുകൾ, അവർക്കൊരു കൃത്യമായ വിഷൻ ഉണ്ടാവണം. അവർ ആ വിഷയത്തിൽ ഏറ്റവും കണിശതയുള്ള തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും വേണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയൂ. മദർസകളിൽ കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കുമെന്നല്ലാതെ മാറ്റമുണ്ടാക്കണമെങ്കിൽ കുടുംബത്തിൽ കൃത്യമായ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് അതില്ല എന്നതാണ് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ അവസ്ഥ. കാരണം എല്ലാവർക്കും ഭൗതികമായ താല്പര്യങ്ങളും നേട്ടങ്ങളും മാത്രമായി ഒതുങ്ങിയപ്പോ അവിടെ പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ സ്റ്റാറ്റസ് കാണിക്കലും ഒക്കെ വന്നപ്പോ എല്ലാ കാര്യങ്ങളിലും തകിടം മറിയാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അവർക്ക് കൊടുത്ത പാഠം, ദീനിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കരുത്ത് ചെറിയ മക്കൾക്ക് നേടിക്കൊടുക്കണം എന്നത് ഒരു രക്ഷിതാവിന്റെ ബാധ്യതയായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ മനാറുൽ ഹുദ അറബി കോളേജിന്റെ ദഅവ സമ്മേളനം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 25, 26, 27 3 ദിവസങ്ങളിലായി നമ്മുടെ ക്യാമ്പസിൽ നടക്കാൻ പോവുകയാണ്. 25, 26, 27 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് 2 ദിവസങ്ങളിൽ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഇസ്ലാമിനെയും അതിൻ്റെ ആശയത്തെയും പരിചയപ്പെടുത്തുന്ന ഒരു എക്സിബിഷൻ പോലെ കൃത്യമായി 2 ദിവസങ്ങളിൽ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അതിന് നമ്മളിപ്പോൾ ഒരു ബൃഹത്തായ പദ്ധതിയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. 2 കൊല്ലത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനാറിൽ 4 നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അവിടെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന, അത് ഇന്റർനാഷണൽ ലെവൽ തന്നെ ഹിഫ്ള് ചെയ്യുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ CBSE സിലബസിൽ പഠിക്കുന്ന മക്കൾ, ഈ കുട്ടികളെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് ആ കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും അടക്കം മനസ്സിലാക്കി സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ ഒരു നല്ല പ്രബോധകനായി പുറത്തിറക്കണം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. അതിൻ്റെ തുടക്കമാണ് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നത്. അതെന്തായാലും 2 കൊല്ലത്തിനുള്ളിൽ അത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ, നമ്മുടെ ഈ സ്കൂളിന്റെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന 50 സെന്റ് സ്ഥലമാണ് നമ്മൾ അതിനു വേണ്ടി കണ്ടിട്ടുള്ളത്. 1 സെന്റ് സ്ഥലത്തിന് 6 ലക്ഷം ഉറുപ്പികയാണ്. അതിലേക്ക് ചേരാൻ പറ്റുന്നവർക്കൊക്കെ ചേരാട്ടോ. 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ 5 ലക്ഷമോ 6 ലക്ഷമോ ഇനി 12 ലക്ഷമോ എത്രയാണ് തരാൻ പറ്റുക, തന്നിട്ട് കൂടിക്കൊള്ളി.
തിരിച്ചു കിട്ടും നിങ്ങൾക്ക്. കാരണം ജീവിതകാലം മുഴുവനും ഖൈറായ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. മരിച്ചു കഴിഞ്ഞാലും ആ പ്രതിഫലം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ലഭിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനത്തെ ഒരു പദ്ധതി ഇൻഷാ അല്ലാഹ് കടന്നു വരാനിരിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ മുമ്പാണ് ഞാൻ പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ അറബി കോളേജിന്റെ ദഅവാ സമ്മേളനം 25, 26, 27 ദിവസങ്ങളിലായി 27-നാണ് നമ്മൾ അതിന്റെ ദഅവാ സമ്മേളനത്തിന്റെ സമാപനവും അതിന്റെ പൊതുപരിപാടി നടക്കുന്നത് 27-നായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിന്റെ ഒരു അറിയിപ്പ് ഞാൻ തുടക്കത്തിൽ അറിയിക്കുകയാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണമെന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുകയും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.